ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 3-ാം തിരുവചനം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അത് നടക്കും, നമ്മുടെ കഴിവുകൊണ്ട് അത് നേടും എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ പദ്ധതികളും പ്ലാനുകളും എല്ലാം നിന്നെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന് സമർപ്പിക്കുക. ആ ദൈവത്തോട് പറയുക, കർത്താവേ, ഈ പദ്ധതി അങ്ങേക്ക് മനസ്സാണെങ്കിൽ അങ്ങ് വിജയിപ്പിച്ചു തരണം. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങേ സഹായം കൂടാതെ ഒന്നും എനിക്ക് സാധ്യമല്ല. ഈശോ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ പിതാവ് ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ നമ്മുടെ പിതാവും ദൈവവുമായ കർത്താവ് നമ്മൾ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലൂടെ ചെയ്യുമ്പോൾ അത് 100% ഫലം ഉള്ളതായി മാറും. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളും നിങ്ങളുടെ പ്രോജക്റ്റുകൾ എന്തായിരുന്നാലും, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തായിരുന്നാലും, അഭിലാഷങ്ങൾ എന്തായിരുന്നാലും എല്ലാം ദൈവമായ കർത്താവിൽ അർപ്പിക്കുക. ആ ദൈവം അത് ഫലവത്തായി തരും. 100% വിജയം നിങ്ങൾക്ക് ലഭിക്കും. ഈ തിരുവചനം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് ഫലമുള്ളതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.